ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും ആളുകളെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ചില്ലറ ചീറ്റലും പൊട്ടലും ഒക്കെ നടന്നു. ഇന്ന് വാർത്തയിൽ കൂടുതലും നിറഞ്ഞത് ആ കാര്യമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അത് വിവാദമായി പറഞ്ഞേക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം ദസ്കേൻ തുടരുകയാണ്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ സാഹസികമായി നാട്ടുകാർ പിടികൂടിയെന്ന വാർത്ത വരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് പ്രതികളെ പിടികൂടുന്ന ദൃശ്യം ഇതാ പ്രേക്ഷകർ കണ്ടോളൂ. നാട്ടുകാർക്ക് നേരെ ബൈക്ക് ഓടിച്ചു കയറ്റാനും യുവാക്കൾ ശ്രമിച്ചു എന്നാണ് അവിടെ നിന്ന് വരുന്ന പരാതി. ുമായി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ്. അരുൺ, എന്തായിരുന്നു വിവരങ്ങൾ? എന്തായാലും ഒരു നല്ല സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടുകാർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഓക്കെ, പറയൂ അരുൺ. എസ് കെ, നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങൾക്കെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മകൾ, ലഹരി വിരുദ്ധ സ്ക്വാഡുകളൊക്കെ വളരെ സജീവമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അത് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. ഈ പുല്ലൂപ്പിയിൽ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി മയിൽ പോലീസും അവിടുത്തെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയും ചേർന്നവരൊരു സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. ഇങ്ങനെ സംശയകരമായ പ്രദേശത്തെത്തുകയും അങ്ങനെ ലഹരി വാങ്ങാനോ അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ വാങ്ങാനായി എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നിരീക്ഷിക്കുകയും അത്തരം പോലീസിന് കൃത്യമായ വിവരങ്ങൾ കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആധാരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അവിടെ രണ്ടുപേരെത്തുന്നു. നാട്ടുകാർക്ക്, ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ട നാട്ടുകാർക്ക് ആദ്യം തന്നെ സംശയം തോന്നി. അവർ വിചാരിച്ചതുപോലെ തന്നെ അവർ ഈ കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. കൈയോടെ തന്നെ നാട്ടുകാർ പിടികൂടുന്ന ഘട്ടത്തിൽ ഇവർ ഓടിച്ചിരുന്ന ബൈക്ക് നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ നാട്ടുകാർ സാഹസികമായി ആ സ്ക്വാഡിലുള്ളവരെല്ലാം ചേർന്ന് ഇവരെ രണ്ടുപേരെയും കൈയോടെ പിടികൂടുന്ന സമയത്ത് ഇവരെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതിനുശേഷം മയിൽ പോലീസിനെ വിവരമറിയിച്ചു. മയിൽ പോലീസിനെ എത്തിച്ച് അവിടെ കൈയോടെ തന്നെ ഈ രണ്ട് പ്രതികളെയും കൈമാറുകയും ചെയ്തു. അവരുടെ അറസ്റ്റ് മയിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവർ ലഹരി വാങ്ങാൻ ആരാണ് ഇവർക്ക് വിൽപ്പന നടത്തിയെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നതാണ്. എന്തായാലും എല്ലാ നാട്ടിലും ഇത് മാതൃകയാക്കാൻ പറ്റുന്ന, പോലീസിനോടൊക്കെ ചേർന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. എന്തായാലും ഇത് ഇത്തരം സ്ക്വാഡുകൾ എന്തായാലും നാട്ടിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ആൽബിൻ ബിനോയ് പറയുന്നു, ഇന്നത്തെ +2 പരീക്ഷ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കുട്ടികൾ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ന്യൂസ് കൊടുക്കാമോ എന്ന് പറഞ്ഞു. ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ് എന്ന് എഴുതിയൊരു സന്ദേശവും വന്നിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അപ്പം അധ്യാപകരുടെ പാണ്ഡിത്യം കാണിക്കാനാണോ കുട്ടികൾ ഇത്തരം കട്ടിയായ ചോദ്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷ തുടങ്ങിയപ്പോൾ തന്നെ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യം പരീക്ഷ വാല്യുവേഷൻ സമയത്ത് ഇനി പരിഗണിക്കാൻ പറ്റുമെന്ന് കുട്ടികൾക്ക് അറിയാം. എന്തായാലും കെമിസ്ട്രി ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്നെനിക്കറിയില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക, ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള കാര്യം. അതോ ഇനി കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ പ്രതികരിക്കാൻ പറഞ്ഞത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി തോമസ് മാഷിനെതിരെ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ ആഞ്ഞടിച്ചു. ഡൽഹിയിലിരിക്കുന്ന KV തോമസിനെ മാസം 1 വർഷം 30 ലക്ഷം രൂപ കിട്ടുന്നതെന്നും ഇതൊക്കെ പുഴുങ്ങി തിന്നുമോ എന്നുമാണ് G. സുധാകരൻ്റെ ചോദ്യം. നിയമനം പാഴ്ചിലവാണെന്നും കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ പ്രത്യുപകാരമാണ് KV തോമസിന് നിയമനമെന്നും NK പ്രേമചന്ദ്രൻ MP വിമർശിച്ചു. ഡൽഹിയിലിരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA പെൻഷൻ, MP പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുക്കി തിന്നും. എന്തിനാ ഇത്രയും പൈസ?
ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ. അതാണ് പഴയ കോൺഗ്രസ് ആരും DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ചാണ്. അതുപോട്ടെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ച്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളുള്ളവർ എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ കോളേജിൽ പോകുമ്പോൾ അത് അവർ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ ലഭ്യ കൊടുത്തത്. ഞാൻ കൊടുത്തു, അതെൻ്റെ പാർട്ടി ബോധം. KV തോമസ് കാലുമാറി കൂറുമാറി LDF-ൽ വന്നതിൻ്റെ പാരിതോഷികമായി കൊടുത്തതാണ്. പാഴ്ചെലവാണ് സത്യത്തിൽ അതിനുവേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ ഭത്ത ഇപ്പോൾ 5.5 ലക്ഷം രൂപയുണ്ടായിരുന്നത് 11.6 ലക്ഷം രൂപയായി പ്രതിവർഷ യാത്രാബദ്ധ വർദ്ധിപ്പിച്ചു. ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ തസ്തിക കൊണ്ടില്ല. എന്തായാലും മുതിർന്ന CPM നേതാവ് G. സുധാകരന് മറുപടിയുമായി കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് രംഗത്ത് വന്നു. തനിക്ക് അർഹതപ്പെട്ട പെൻഷനാണ് ലഭിക്കുന്നത്. തനിക്കുള്ളത് 1 ലക്ഷം രൂപയുടെ ഓണറേറിയം. പ്രതിമാസം 30 ലക്ഷം രൂപ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ G. സുധാകരന് തിരികെ കൊടുക്കാമെന്നും KV തോമസ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് ഫ്രം ഡൽഹി. ഞാൻ CPM മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ആ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക അത് പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. അല്ലാതെ ജോലി കൊടുത്തതല്ല. ഞാനിവിടെ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും കൃത്യമായി ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞ ഈ അലിഗേഷൻ 30 ലക്ഷം രൂപ മാസം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. എൻ്റെ ഓണറേറിയം ഒരു മാസമുള്ളത് 1 ലക്ഷം രൂപയാണ്. അതിനപ്പുറത്ത് എനിക്ക് ശമ്പളമില്ല. ഞാൻ 9 വർഷക്കാലം MLA ആയിരുന്നു. അതിന് പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. ഞാൻ MP ആയിരുന്നു 22. ഇതെല്ലാം വെച്ചൊരു പെൻഷനാണ് എനിക്കുള്ളത്. എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടി വന്നാൽ പോലും എനിക്കൊരു 2.25-2 ലക്ഷം രൂപയുള്ളൂ ഉള്ളത് ഇപ്പോൾ. അതിൽ ഒത്തിരി ചിലവുകളുണ്ട്. അതാണ് എനിക്ക് വന്നത്. അല്ല എനിക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം. ഡൽഹിയിൽ നിന്ന് അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, തോമസ് മാഷിന് ഓർക്കാപ്പുറത്ത് വന്ന വിമർശനമാണ് G. സുധാകരൻ്റേത്. അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥ വസ്തുതയായി അദ്ദേഹം പറയുന്നത്? SK നിന്ന് 2 പേരാണ് KV തോമസിനെതിരെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒന്ന് NK പ്രേമചന്ദ്രനും 2 CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള G. സുധാകരനുമാണ്. NK പ്രേമചന്ദ്രൻ്റേത് ഒരു പ്രതിപക്ഷ വിമർശനമായി കണക്കിലെടുത്താൽ പക്ഷേ CPM നേതാവ് G. സുധാകരൻ്റേത് അങ്ങനെ കാണാൻ കഴിയില്ല. എന്തായാലും G. സുധാകരൻ ഉന്നയിച്ചത് മാസം 10-30 ലക്ഷം KV തോമസിന് ലഭിക്കുന്നുണ്ട്. അത് പല MLA പെൻഷൻ, MP പെൻഷൻ, അതുപോലെ അധ്യാപക പെൻഷൻ എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ 10-30 ലക്ഷം അദ്ദേഹം പുഴുങ്ങി തിന്നുവാണോ എന്നൊരു പരിഹാസത്തോടു കൂടിയുള്ള വിമർശനമാണ് G. സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിലാണ് KV തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ ഓണറേറിയം മാത്രമാണ് ലഭിക്കുന്നത്. തനിക്ക് വേണമെങ്കിൽ ശമ്പളം ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെയെങ്കിൽ 4-5 ലക്ഷം രൂപ തനിക്ക് ആ രീതിയിൽ ലഭിക്കുമായിരുന്നു. പക്ഷേ താൻ ആവശ്യപ്പെട്ടത് ഓണറേറിയം മാത്രമാണ്. ഇതിന് മുൻപിരുന്ന സമ്പത്തിന് നൽകിയ ആനുകൂല്യങ്ങൾ മാത്രമേ താനും ചോദിച്ചുള്ളൂ, തനിക്ക് നൽകാൻ ചോദിച്ചുള്ളൂ. അതിൽ കൂടുതലൊന്നും താൻ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല G. സുധാകരനും പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് അദ്ദേഹം പുഴുങ്ങി തിന്നുവാണോ എന്ന പരിഹാസവും KV തോമസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അധികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പണമോ ഒന്നും താൻ ആവശ്യപ്പെടുന്നില്ല. തൻ്റെ പ്രവർത്തനത്തിൽ കേരള സർക്കാർ സംതൃപ്തരാണ് എന്നതും KV തോമസ് ഈ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട്. തൻ്റെ യാത്രാ ചെലവ് സംബന്ധിച്ച കാര്യങ്ങളിലും ചില വിശദീകരണം നടത്തുന്നു. അതിൽ പറയുന്നത് ഈ വന്ന 11 ലക്ഷം എന്ന് പറയുന്ന യാത്രാ ചെലവ് അത് തൻ്റെ മാത്രമല്ല, അത് റെസിഡൻറ്റ് കമ്മീഷണർ കൂടെ ആണ് എന്നതാണ് താൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു വിശദീകരണം കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിനും പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് റെസിഡൻറ്റ് കമ്മീഷണർ കൂടെ ആകാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, താൻ കോൺഗ്രസ്സുകാരനാണ്, താൻ CPM അംഗത്വം സ്വീകരിച്ചിട്ടില്ല, കൊല്ലത്തെ സമ്മേളനത്തിലും താൻ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഉയർന്ന വിമർശനങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ പറഞ്ഞതുപോലുള്ള ഒരു പാഴ്ചെലവല്ല, തൻ്റെ നിയമനം എന്ന രീതിയിലാണ് KV തോമസ് ഈ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ലിനു LU പറയുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു നീറ്റിനും അതുപോലെ മറ്റുള്ള നീറ്റ് പോലുള്ള പരീക്ഷകൾക്കും വരുന്ന ചോദ്യങ്ങളാണ് ഇന്ന് +2-ൻ്റെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇതിൽ കൂടുതൽ കുട്ടികൾ പറയുന്നത് എന്ന്. എന്തായാലും കുറേ കുട്ടികൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം.
ക്യാമ്പസുകളിൽ ലഹരി വ്യാപനത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ പ്രചാരണം തുടങ്ങും. രാജ്ഭവനിൽ ചേർന്ന സർവകലാശാല വൈസ് ചാൻസലേഴ്സിന്റെ യോഗത്തിലാണ് തീരുമാനം. 5 ദിവസത്തിനിടെ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 368 പേരാണ് അറസ്റ്റിലായത്. സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവിയിൽ ലഹരിക്കെതിരെ നിർണായക ചുവടുവയ്പുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രചാരണത്തിന് ഗവർണർ തന്നെ നേതൃത്വം നൽകും. ലഹരി ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാ മാസത്തിലും ഒരു ദിവസം കോളേജുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തും. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ആവശ്യമുള്ളവർക്ക് ഡി അഡിക്ഷൻ ചികിത്സ നൽകണമെന്നും യോഗത്തിൽ ഗവർണർ നിർദ്ദേശിച്ചു. ലഹരി വ്യാപനം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ റിപ്പോർട്ട് തേടി. ലഹരിക്കെതിരായ നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ദിവസത്തിനിടെ 368 പേർ പിടിയിലായി. 360 കേസുകളും രജിസ്റ്റർ ചെയ്തു. 81,13,000 രൂപയുടെ ലഹരി മരുന്നും പിടിച്ചെടുത്തു. ലഹരി കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 17 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ലഹരിക്കടത്തിന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 16 വാഹനങ്ങളും പിടിച്ചെടുത്തു. സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റേഷനുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പത്മകുമാർ ചെറിയ ചില അമിട്ടുകൾ പൊട്ടിച്ചു. അദ്ദേഹം ഫേസ്ബുക്കിൽ നടത്തിയ പോസ്റ്റൊക്കെ കുറച്ചൊരു പ്രശ്നമായി. ആദ്യം ഒരു പോസ്റ്റ് വന്നു, പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആറന്മുളയിലെ വീട്ടിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സന്ദർശിക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. എന്നാൽ പത്മകുമാർ പിന്നീട് കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ, മാധ്യമങ്ങൾ പറയാൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് മുറിവുറുപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവസരം മുതലാക്കാനായിരിക്കാം BJP നേതാക്കൾ അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, ജില്ലാ ജനറൽ സെക്രട്ടറി അയിരൂർ പ്രദീപ് എന്നിവരാണ് വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടത്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. AV ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും നമ്മോട് സംസാരിച്ചോ? SK ഇന്ന് 7:30 കൂടിയാണ് ഇത്തരത്തിലൊരു സന്ദർശനം പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ വെച്ചാണ് BJP ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടി കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് VS സൂരജ്, സെക്രട്ടറി അയിരൂർ പ്രദീപ് എന്നിവരാണ് വീട്ടിലെത്തിയത്. ഈ കൂടിക്കാഴ്ച ഏകദേശം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ എന്ത് സംസാരിച്ചു എന്ന വിഷയം ഈ 2 പേർക്കും മാത്രമാണ് അറിയുക, ഇരു കൂട്ടർക്കും മാത്രമാണ് അറിയുക. അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മൾ പത്മകുമാറുമായി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടിയൊന്നും കാര്യമായി തരുന്നില്ല. താൻ പാർട്ടി വിടില്ല എന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ഇതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും BJP കൃത്യമായി പത്മകുമാറിൻ്റെ അതൃപ്തി അത് പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് BJPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. K സുരേന്ദ്രൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം BJPയുടെ ജില്ലാ പ്രസിഡന്റിന് നൽകി. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച രാത്രി തന്നെ നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റ് പ്രതികരണങ്ങളൊന്നും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളൊക്കെ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരവിടെ നിന്ന് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ രഹസ്യമായാണ് BJP ജില്ലാ നേതൃത്വം ഇത്തരത്തിൽ CPUമായി ഇടഞ്ഞു നിൽക്കുന്ന പത്മകുമാറിനെ കൂടിക്കാഴ്ച നടത്തിയത്. പത്മകുമാറിൻ്റെ അതൃപ്തി അത് വളരെ വലിയ അതൃപ്തിയാണ്. അദ്ദേഹം ഇന്ന് രാജു എബ്രഹാം വന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കൂ, ജില്ലാ കമ്മിറ്റിയിൽ നിലപാടെടുക്കാമെന്നാണ്. എന്തായാലും മറ്റന്നാൾ ചേരുന്ന CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിൻ്റെ ആരോപണങ്ങൾ പരിശോധിക്കും. എന്തായാലും അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി വിടുമോ അതോ പാർട്ടി നടപടി എടുത്തതിന് ശേഷമാണോ BJPയിലേക്ക് പോവുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആറന്മുളയുടെ വീട്ടിലേക്ക് നേതാക്കന്മാരെ ഒഴുക്ക് തുടങ്ങി. ചിലരുടെ കയ്യിലൊക്കെ ചാക്കിരിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ചാക്കിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പാർട്ടിയുമായി പ്രത്യേകിച്ചും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായിട്ട് എടുത്തതിൽ അദ്ദേഹത്തിന് അമർഷമുണ്ട്. കാരണം അദ്ദേഹത്തിന് 52 വർഷം പരിചയമുണ്ട് പാർട്ടിയിൽ. ഇദ്ദേഹത്തിന് വീണ ജോർജിന് 9 കൊല്ലം, തൻ്റെ 52 കൊല്ലത്തിന് പകരമാണോ ഈ 9 കൊല്ലത്തെ ക്ഷണിതാവാക്കിയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്ന് വന്നു. കുറേ കുട്ടികളിപ്പം +2 കെമിസ്ട്രി പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല എന്നോടൊന്ന് ചലഞ്ചും ചെയ്തിരിക്കുക, താങ്കൾക്ക് 2 ദിവസം കൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പരീക്ഷ ഒന്ന് എഴുതി കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആ മത്സരത്തിനില്ല,
എനിക്കറിയാത്ത കാര്യമാണ് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ രസതന്ത്രം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവമാണ്. ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. അതായത് റവന്യൂ സംഘം ഈ നിയമവിരുദ്ധമായി അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പായപ്പോൾ ഉടമയ്ക്ക് തോന്നിയൊരു ബുദ്ധിയാണ് അവിടെ ഒരു കുരിശ് പണിഞ്ഞു വെച്ചാൽ കുരിശെ തൊടാൻ മടിക്കില്ലേ. തിരുക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് നിർമ്മിച്ച് അവിടെ വെച്ചത്. സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് നിർമ്മിച്ച കുരിശിൻ്റെ ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശിച്ചത്. അത് കുരിശ് പൊളിച്ചു മാറ്റാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ 3 ഏക്കർ 33 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ടിന് സമീപത്താണ് സജിത്ത് ജോസഫ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവാതിരിക്കാൻ കുരിശ് പണിത്. കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് ഉദ്യോഗസ്ഥ ഒത്താശയോടെയായിരുന്നു കുരിശിന്റെ നിർമ്മാണം. ഇത് ദൃശ്യങ്ങൾ സഹിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് പീരുമേട് LR തഹസിൽദാർ SK ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പോലീസ് സംരക്ഷണത്തിൽ റിസോർട്ടിലെത്തി കുരിശ് പൊളിച്ചുമാറ്റി. മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി സജിത്ത് ജോസഫ് 5 വൻകിട കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഭൂമി സംബന്ധിച്ച രേഖകൾ വരും ദിവസങ്ങളിൽ റവന്യൂ സംഘം പരിശോധിക്കും. പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റങ്ങൾ പരിശോധിക്കാനായി കളക്ടർ 15-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് രംഗത്തെത്തി. അങ്ങനെ നിയമത്തെ വെല്ലുവിളിച്ച് സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് കെട്ടിയുയർത്തിയ കയ്യേറ്റങ്ങളിൽ ആദ്യത്തേത് വീണു. അടുത്തതുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. താങ്ക് യു. പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷ ടഫായെന്നുള്ള കുട്ടികൾ എനിക്ക് മനസ്സിലായി. ഒരുപാട് കുട്ടികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട്, വളരെ ടഫായി എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിലേക്ക് MDMA അടക്കമുള്ള രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ വയനാട് പോലീസ് കുരുക്കിലാക്കി. ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 24-ാം തീയതി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ 94 ഗ്രാം MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ബംഗളൂരുവിലേക്ക് എത്തിയത്. ടാൻസാനിയൻ സ്വദേശിയായ 25-കാരൻ പ്രിൻസ് സാംസൺ ബംഗളൂരുവിലെത്തിയത് MCA പഠനത്തിന്. ക്ലാസ്സിലെത്തുന്നത് നന്നേ കുറവ്, ആഡംബര ജീവിതം. ഇതിനുള്ള പണം കണ്ടെത്തുന്നതാകട്ടെ ലഹരി വിൽപ്പനയിലൂടെ. കഴിഞ്ഞ 24-ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മലപ്പുറം സ്വദേശിയായ ഷഫീഖിനെ 94 ഗ്രാം MDMA-യുമായി പോലീസ് പിടികൂടി. ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഉറവിടം ബംഗളൂരുവെന്ന് വ്യക്തമായി. സാംസൺ പ്രിൻസിലേക്ക് അന്വേഷണം എത്തിയത് ഇങ്ങനെ. SP തബോഷ് ബസുമതാരി, ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയായിരുന്നു അന്വേഷണം. ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ അയാളുടെ സ്വന്തം അക്കൗണ്ട് ഇല്ലാതും ഒരു ഇല്ലീഗൽ അക്കൗണ്ട് ഇവനെ കൈകാര്യം ചെയ്യുകയാണ്. അയാളുടെ ഈ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. പക്ഷേ സ്റ്റുഡൻറ് ആണെങ്കിലും ഈ ലഹരി കടത്തത്തിൽ ഒരു പ്രധാന ആളാണെന്ന് നമുക്ക് മനസ്സിലായത്. ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ പെൺസുഹൃത്തിനൊപ്പം കഴിഞ്ഞു വരികയായിരുന്നു പ്രതി. ഇയാളുടെ അക്കൗണ്ട് പരിശോധന വഴി 80 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി. 100 ഗ്രാം രാസലഹരി എന്ന് കരുതുന്ന വസ്തു പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ വഴി രാസലഹരി ഒഴുകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർശന പരിശോധന പോലീസും എക്സൈസും തുടരുകയാണ്. 24 വയനാട്. ഓക്കെ, താങ്ക് യു. കുഞ്ഞുമോൾ പറയുന്നു കെമിസ്ട്രി എക്സാം ചതിച്ചു, ഇങ്ങനെ പോയാൽ ആത്മഹത്യ ചെയ്യുകയേ വഴിയുള്ളൂ. കുഞ്ഞുമോളെ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരീക്ഷ പാടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ അധികൃതർ പരിഗണിക്കും. വാല്യുവേഷനൊക്കെ തന്നെ കുറച്ച് ലിബറൽ ആവുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി വേറെ ഒരു രീതിയിലൊന്നും നിങ്ങൾ ആലോചിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ചൈൽഡ് ലൈൻ അതുപോലുള്ള ഏജൻസികളെ നമ്മളെയൊക്കെ ഫോൺ ചെയ്യണം. കുട്ടികളെ പരീക്ഷയുടെ മാർക്കൊന്നുമല്ല ഏറ്റവും അവസാനത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ആലോചിക്കുകയും ഇങ്ങനെ എഴുതുന്നത് തന്നെ മഹാപാപമാണ് എന്ന് ഞാൻ കരുതും. എന്തായാലും ഇവരുടെ പേരൻസൊക്കെ കുറച്ചുകൂടെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. മിക്കവാറും എല്ലാ കുട്ടികളും കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. പേരൻസ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ പ്രായത്തിൽ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരുപാട് കുട്ടികൾ ഈ കെമിസ്ട്രി എക്സാമിനെ കുറിച്ച് തന്നെ എഴുതുകയാണ്.
ബ്രിട്ടീഷ് സമുദ്ര അതിർത്തിയിൽ ചരക്ക് കപ്പലും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ച് തീപിടിച്ചു. കപ്പൽ ജീവനക്കാരായ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ഗ്രിംസ്ബി ഈസ്റ്റ് തുറമുഖത്തെത്തിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കീർത്തന കേശവൻ തത്സമയം ചേരുന്നു. കീർത്തന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് അപകടത്തിന്റെ കാരണം? എവിടെയാണ്? UK തീരത്ത് ഉത്തര സമുദ്രത്തിലാണ് ഒരു എണ്ണ ടാങ്കറും അതുപോലെ ചരക്ക് കപ്പലും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇതിന്റെ ചരക്ക് കപ്പൽ UK പതാകയുള്ള ചരക്ക് കപ്പലാണ്. ഒപ്പം പോർച്ചുഗീസിന്റെ എണ്ണ ടാങ്കർ ആണ് കൂട്ടിയിടിച്ച്. ഇതിൽ നിന്നും മറ്റൊരു പ്രധാന വെല്ലുവിളിയായി ഉയരുന്നത് ഈ എണ്ണ ടാങ്കറിൽ നിന്ന് ഈ എണ്ണ സമുദ്രത്തിലേക്ക് കലരുന്നത് വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. ഈ കപ്പലുകൾ കൂട്ടിയിടിച്ചുകൂടെ വലിയ തരത്തിലുള്ള തീ പടർന്നു. ഈ തീ പടർന്നതാണ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30ഓളം പേർ ഇരു കപ്പലുകളുമായി ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ലഭ്യമാകുന്നത്. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള തുറമുഖത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ഇവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ബ്രിട്ടീഷ് തീരസംരക്ഷണ സേനയും ഹെലികോപ്റ്ററും ബോട്ടുകളും അടക്കം വലിയൊരു സംഘം തന്നെ ഈ തീയണക്കാനുള്ള ശ്രമം അവിടെ നടത്തുകയാണ്. പോർച്ചുഗീസിന്റെ കപ്പലും അതുപോലെ US പതാകയുള്ള കെമിക്കൽ എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ കാത്തിരിക്കുകയാണ്. SK. താങ്ക് യു കീർത്തന. അക്ഷറഫ് പറയുന്നു, ലഹരിക്കെതിരെ 24 ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴത്തിൽ വേരോടിയ ലഹരിയുടെ നാരായ വേര് കണ്ടുപിടിച്ച് അതിൻ്റെ കടയറത്ത് വീഴ്ത്തിയേ പറ്റൂ. കാരണം അത്ര രീതിയിൽ നമ്മുടെ സമൂഹം ശ്വാസം മുട്ടി തുടങ്ങി. നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ പോലും ഇതിലേക്ക് ആകർഷിക്കും. നമ്മുടെ അടുത്ത ഞായറാഴ്ച ആരംഭിക്കുന്ന SKN40 ഈ പരിപാടി 14 ജില്ലകളിൽ കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നോ വയലൻസ് നോ ഡ്രഗ്സ് എന്നുള്ളതാണ്. ഈ ഡ്രഗ്സ് കേരളത്തിലേക്ക് ഒഴുകുന്നു. അത് കഴിച്ചു കഴിയുന്ന ആൾക്കാർ അക്രമത്തിൽ ഏർപ്പെടുന്നു. ചെറിയ കുട്ടികളെ പോലും ഇതിൻ്റെ സ്വാധീന വലയത്തിൽപ്പെടുത്താൻ ചില ആളുകൾക്ക് കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ കടയറത്ത് വീഴ്ത്തിയിട്ടേ നമുക്ക് വിശ്രമമുള്ളൂ. 14 ജില്ലകളിൽ നമ്മൾ ഒരു മാസക്കാലം സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി എനിക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ പ്രേക്ഷകരും നമ്മളും എല്ലാം കൂടി, സർക്കാരും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടി തീരുമാനമെടുത്ത്, പോലീസ് സേനയും എക്സൈസും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയും. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. കേരള ഫൈബർ ടെക് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കബളിപ്പിച്ച് 50.48 ലക്ഷം രൂപ തട്ടിയെടുത്തു. എന്ന് വെച്ചാൽ 50 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്ന് സാരം. കമ്പനിയുടെ എക്സ്പോർട്ട് മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. കമ്പനിക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകി വന്നിരുന്ന SMS എന്ന കമ്പനിയുടെ വ്യാജ മെയിൽ ID ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അമൽ സുരേന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. പറയാമൽ, ഈ തട്ടിപ്പിന്റെ വിവരം. SKN ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 24 തന്നെ മുൻപ് സൈബർ തട്ടിപ്പിനെതിരെ, സൈബർ ക്രൈമുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ കൊച്ചിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം കാക്കനാട് ഉള്ള ഇൻഫോ പാർക്കിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന കേര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫൈബർ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് പണം കവരുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 18-ാം തീയതിയോട് കൂടി കമ്പനിക്ക് വന്ന ഒരു മെയിൽ, അതായത് SMS എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ, ലൈം സ്റ്റോൺ പൗഡർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകിയിരുന്ന കമ്പനിയുടെ ഫേക്ക് മെയിൽ ID ഉണ്ടാക്കി ആ മെയിൽ ID മുഖാന്തരം തങ്ങളുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ മാസങ്ങളെടുത്ത് തുടർച്ചയായി നടത്തിയ ഒരു തട്ടിപ്പാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി മറൈൻ ഡ്രൈവിലെ ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള കമ്പനിയുടെ, അതായത് കേര ഫൈബർ ടെക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇൻഫോ പാർക്ക് പോലീസിൽ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ എക്സ്പോർട്ട് മാനേജർ തന്നെ ഈ ഒരു വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും പ്രതികളിലേക്ക് എത്താൻ കഴിയുന്ന സൂചനകളെല്ലാം ഡിജിറ്റൽ തെളിവുകളായി കമ്പനിയുടെ ഭാഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടിയ ശീഘ്രം തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. +2 കുട്ടികളിങ്ങനെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം പാടാകുന്നതിലല്ല ഞങ്ങളുടെ പരാതി. മോഡൽ എക്സാമിന് ഈസിയായ ചോദ്യം, പിന്നെ യഥാർത്ഥ പരീക്ഷയ്ക്ക് കട്ടിയായ ചോദ്യം, അതാണ് ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നു. എന്തായാലും കുട്ടികളൊക്കെ പരാതിപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇനി അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കണ്ടേ? നിങ്ങൾ എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി കൂടുതൽ വേവലാതിപ്പെട്ട് കാര്യമുണ്ടോ? അപ്പോൾ പോയിരുന്ന് പഠിക്കുക. മിനിബാബുവൊക്കെ അതാണ് പറയുന്നത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇനി സമയം ചെലവഴിക്കേണ്ട. നമുക്ക് അധികാരികളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികളെല്ലാം പോയിരുന്ന് പഠിക്കുക.
മറ്റൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ വസതിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പരിശോധന കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു പരിശോധന പൂർത്തിയാക്കി മടങ്ങി ഇ ഡി സംഘത്തിന്റെ കാറിന് നേരെ അജ്ഞാതർ കല്ലെറിഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. പറയാ അച്യുതൻ. SK, ഈ മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ മകൻ ചൈതന്യ ബാഗേലിന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ED ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട ED പിടിമുറുക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഭൂപേഷ് ബാഗേലിന്റെ വസതിയിലും മകൻ ചൈതന്യ ബാഗേലിന്റെ വസതിയിലും അദ്ദേഹവുമായി അടുപ്പമുള്ള വ്യക്തികളുടെ വസതിയിലും ഓഫീസിലും അടക്കം 15 ഇടങ്ങളിലാണ് ED മിന്നൽ പരിശോധന നടത്തിയത്. ചില രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പരിശോധന കഴിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം മടങ്ങുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഒടുവിൽ ED ഉദ്യോഗസ്ഥർക്ക് പോകുവാനുള്ള സൗകര്യമൊരുക്കിയത്. അതിനിടയിൽ EDയുടെ കാറിന് നേരെ കല്ലെറിയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് അനുയായികളെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന ചില വിവരങ്ങൾ. എന്നാൽ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഒടുവിൽ ED ഉദ്യോഗസ്ഥർക്ക് അവിടെ നിന്ന് മടങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ 2 സംഭവങ്ങളാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. 2100 കോടിയുടെ അഴിമതി കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ED ഈ കേസിൽ ആരോപിക്കുന്നത്. ഇത് സംസ്ഥാന ഖജനാവിന് ഈ മദ്യനയം വലിയ നഷ്ടമുണ്ടാക്കി. ഇതിൻ്റെ കള്ളപ്പണ ഇടപാട് ആ പണം കൈപ്പറ്റിയിരിക്കുന്നത് ചൈതന്യ ബാഗേൽ എന്നുകൂടി ED ആരോപിക്കുന്നുണ്ട്. എന്തായാലും കേസ് വ്യാജ കേസെന്നാണ് ഭൂപേഷ് ബാഗേൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത്. SK. താങ്ക് യു. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. അങ്കമാലി അയ്യമ്പുഴ പോട്ടയുടെ പരിസരത്ത് തീപിടുത്തമുണ്ടായി. പോട്ട അമ്പലത്തിനോട് ചേർന്നാണ് തീപിടിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണയ്ക്കുന്നത്. തീ അണഞ്ഞു കാണും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. പലയിടങ്ങളിലും ഓട്ടോ ഡ്രൈവേഴ്സ് അമിത ചാർജ് ഈടാക്കുന്ന പരാതി സർവത്ര സാധാരണമാണ് കേരളത്തിൽ. എന്നാൽ കോഴിക്കോട് പോലുള്ള ചില നഗരങ്ങളിലൊക്കെ തന്നെ വളരെ മര്യാദക്കാരായ ഓട്ടോറിക്ഷക്കാരുണ്ട്. അവർ മീറ്റർ നോക്കി മാത്രമേ പണം വാങ്ങൂ. പല സ്ഥലത്തും ഉണ്ട്. എന്നാൽ കുറച്ച് ഓട്ടോറിക്ഷക്കാർ അങ്ങനെയല്ല. ഈ പരാതികൾക്ക് പിന്നാലെയാണ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമാക്കണമെന്ന ഉത്തരവ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചത്. ഭൂരിഭാഗം വരുന്ന ഓട്ടോ തൊഴിലാളികൾ ഇതിനെതിരെ രംഗത്ത് വന്നു. തർക്കത്തിൽ ഗതാഗത വകുപ്പ് നിലപാട് മയപ്പെടുത്തി. മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ ഇനി പതിക്കണ്ട എന്നുള്ളതാണ്. ആ ഉത്തരവ് പിൻവലിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മീറ്റർ ഇടാതെയുള്ള ഓട്ടോറിക്ഷ യാത്രകൾ പതിവ്. യാത്രക്കാരിൽ നിന്ന് തോന്നുംപടി പണം ഈടാക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തടയിടാനായിരുന്നു ഗതാഗത മന്ത്രിയുടെ ലക്ഷ്യം. മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്നതായിരുന്നു നിർദ്ദേശം. പതിവ് തെറ്റാതെ പിറകെ പ്രതിഷേധം വകവയ്ക്കാതെ ഗതാഗത വകുപ്പും മുന്നോട്ട് പോയി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കണമെന്ന തീരുമാനമെത്തി. എറണാകുളം ഉൾപ്പെടെ ചില ജില്ലകളിൽ ഈ തീരുമാനം അംഗീകരിച്ചു. പക്ഷേ പലയിടത്തും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധം തുടർന്നു. ഈ മാസം 18-ന് പണിമുടക്ക് കൂടി നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. CITU ഉൾപ്പെടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നതോടെ സർക്കാരിന് നിലപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. ഇന്ന് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ മന്ത്രിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഉത്തരവ് താൽക്കാലികമായി പിൻവലിക്കാൻ തീരുമാനമായത്. ഇക്കാര്യം നാളെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയെ അറിയിക്കും. ഇതിന് പിന്നാലെ ഓട്ടോ തൊഴിലാളികളുടെ പണിമുടക്കും പിൻവലിക്കും. മാർച്ച് 1 മുതലായിരുന്നു തീരുമാനം നിലവിൽ വന്നത്. എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നില്ല. മീറ്റർ ഇട്ട് തന്നെയാണ് ഓട്ടോ ഓടുന്നതെന്നും ഇത്തരത്തിൽ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് തങ്ങളോടുള്ള വെല്ലുവിളിയെന്നുമായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നിലപാട്. മീറ്റർ ഇട്ടാണ് ഓടുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റിക്കർ പതിക്കാൻ മടി എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓടുന്ന യാത്രയ്ക്ക് മാന്യമായ കൂലി വാങ്ങുന്നവരും തോന്നും പോലെ വാങ്ങുന്നവരുമുണ്ട്. മാന്യമായ കൂലി വാങ്ങാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട്. അതുപോലെ ചെയ്യുന്ന യാത്രയ്ക്ക് മാന്യമായ കൂലി മാത്രം നൽകിയാൽ മതിയെന്ന അവകാശം യാത്രക്കാർക്കുമുണ്ട്. സലിം മാലിക്, 24, തിരുവനന്തപുരം. തിരുവല്ല MDMA കേസിൽ പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ രംഗത്ത് വന്നു. മകനെ മറയാക്കിയായിരുന്നു പ്രതിയുടെ MDMA വിൽപ്പന എന്നത് പോലീസ് നടത്തിയ കെട്ടുകഥയെന്ന പരാതി. പോലീസിന് സംഭവിച്ച നാക്കുപിഴ മറയ്ക്കാൻ വീട്ടിലെത്തി. ഭാര്യയുടെ പരാതി എഴുതി വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തുവരുന്നത്. സംഭവത്തിന് പിന്നാലെ തിരുവല്ല DYSP മാധ്യമങ്ങൾക്ക് പ്രതികരണവും നൽകി. കുട്ടിയുടെ ശരീരത്തിൽ ഉൾപ്പെടെ ലഹരി ഒട്ടിച്ച് കച്ചവടം നടത്തിയെന്നായിരുന്നു DYSPയുടെ പ്രതികരണം.
എന്നാൽ ഡിവൈഎസ്പിയുടെ പ്രതികരണം തെറ്റെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. അന്ന് രാത്രി തന്നെ പ്രതിയുടെ ഭാര്യയും മകനും താമസിക്കുന്ന വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. വാർത്താമാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവെന്ന് പോലീസ് വിശദീകരിച്ചു. കുട്ടിയുടെ അമ്മയിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ മൊഴിപ്പകർപ്പിൽ ഒപ്പിട്ട് വാങ്ങി. പത്രക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവരൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. മനസ്സിലായി? ഇന്നുണ്ടായത് ഈ പയ്യനെ അങ്ങനെ അവൻ ഇങ്ങനെ ചെയ്തത് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? നാളെ ഇത് നല്ല വാർത്തയാണ്. തിരുവല്ല ഡിവൈഎസ്പിക്ക് സംഭവിച്ച നാക്കുപിഴ മറച്ചുവെക്കാനായിരുന്നു പോലീസിന്റെ തന്ത്രപരമായ നീക്കം. പിന്നാലെ ബാലനീതി നിയമപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയെയും അമ്മയെയും സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് പുതിയ കേസിനെക്കുറിച്ചും കേസിലെ വകുപ്പുകളെക്കുറിച്ചും ഇവർ അറിഞ്ഞത്. അവർ പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു മോനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു മോൻ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ല, എന്റെ മോന്റെ സ്കൂളിനെ ബാധിച്ചു, നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഈ ഒരു ന്യൂസിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളായത് ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അയാളെ പിടിച്ചെന്ന് പറഞ്ഞ് ഞാനും എന്റെ മോനും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടാ. പോലീസ് വീഴ്ച മറയ്ക്കാൻ മനഃപൂർവ്വം തന്നെ ഉപയോഗിച്ച് പുതിയ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഇവർ പറയുന്നു. വിവാഹമോചന കേസ് നടക്കുന്നതിനാൽ 1 വർഷമായി പ്രതിയും ഭാര്യയും വേർപിരിഞ്ഞാണ് താമസം. കുട്ടി അമ്മയ്ക്കൊപ്പം അമ്മയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് അമ്മ CWCക്ക് പരാതി നൽകി. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും കേസിൽ നിന്ന് തന്നെയും മകനെയും ഒഴിവാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. 24 പത്തനംതിട്ട. തോമസ് ഊട്ടി കലഞ്ഞൂർ പറയുന്നത് BJPക്ക് നേതൃദാരിദ്ര്യമുണ്ടോ ഇങ്ങനെ ചോദിക്കാൻ കാരണം അദ്ദേഹം ഒരിക്കലും പോകലോ പത്മകുമാറുമായിട്ട് ചർച്ച നടത്തിയെന്ന കാര്യം അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യം. എന്നാലും പാർട്ടി അത് ഔദ്യോഗികമായി ഇടപെടും എന്നല്ലേ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. വിവാദ പരാമർശങ്ങൾ തുടരുകയാണ്. BJP നേതാവ് PC ജോർജ് ലവ് ജിഹാദിനെ കുറിച്ച് പാലായിൽ നടത്തിയ ഇന്നത്തെ പ്രസംഗം വിവാദമായി. മീനച്ചിൽ താലൂക്കിൽ ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. PC ജോർജിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും പരാതി കൊടുത്തു. KCBC ടെമ്പറൻസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. മുൻപും PC ജോർജ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണ കണക്കുകളടക്കം പറഞ്ഞായിരുന്നു പ്രസംഗം. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചിൽ താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നത് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കാര്യം പറഞ്ഞതും വിവാദമായി. ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കും. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. വിവാദ പരാമർശം പുറത്തുവന്നതിന് പിന്നാലെ പരാതിയുമായി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസും പാലായിൽ യൂത്ത് ലീഗുമാണ് പരാതി നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ ജാമ്യമെടുത്ത് PC ജോർജ് പുറത്തിറങ്ങിയത്. 24 കോട്ടയം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് സമരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ആശാ വർക്കേഴ്സ് തയ്യാറെടുക്കുന്നു. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. അതിശയ പരാമർശം നടത്തിയ CITU നേതാവ് KN ഗോപിനാഥിനെതിരെ ആശാ വർക്കേഴ്സ് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതോടെയാണ് ആശമാർ വീണ്ടും സമരം ഘടിപ്പിക്കുന്നത്. മാർച്ച് 17-ന് സംസ്ഥാനത്തെ ആശമാരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഇത്രയും അധിക പിന്തുണയും ന്യായയുക്തതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. നിലവിലെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണെന്നും സമരക്കാരെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആശമാർ ആവശ്യപ്പെടുന്നു. സമരക്കാർക്കെതിരെ CITU നേതാവ് KN ഗോപിനാഥ് നടത്തിയ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി? ഈ മാസം 3-നായിരുന്നു ആശമാർക്കെതിരെയുള്ള KN ഗോപിനാഥിന്റെ പരാമർശം. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാൻ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. ഈ മാസം 13-ാം തീയതി വയനാട് കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം. ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ജില്ലാ കളക്ടർക്ക് തിരികെ നൽകിയാകും പ്രതിഷേധമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടികയിൽ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. വീടിനായി സർക്കാർ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ട സമ്മതപത്രത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത പല ഉപാധികളുമുണ്ടെന്ന് ചെയർമാൻ നസീർ ആലക്കൽ. നശിച്ചുപോയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന വിധത്തിലാണ് സമ്മതപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ആരോപണം.
നമുക്ക് ഈ ഉള്ള സാധനങ്ങൾ എല്ലാ ജംഗമ വസ്തുക്കളും അതിൽ പറയുന്ന അങ്ങനെയാണ്, നമുക്കുള്ള എല്ലാ സാധനങ്ങളും തിരിച്ച് സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നത്. നമുക്ക് ഒരു വീട് കുറച്ചൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വാസയോഗ്യമല്ലെങ്കിലും കുറച്ച് അവരതിൻ്റെ ജനവാതിലും ഫ്രണ്ട് ജനവാതിലും വാതിൽക്കട്ടിലും പൊളിച്ചു നൽകണം, എന്നാലേ വീട് നൽകുള്ളൂ എന്നൊക്കെ പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല ജനകീയ സമിതിയും ജനശബ്ദം നടത്തുന്ന സമരവുമായി കൈകോർക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 12-ന് പടവട്ടിക്കുന്ന് നിവാസികളും ദുരന്ത ഭൂമിയിൽ സമരം നടത്തുന്നുണ്ട്. ഇവരെ ദുരന്തബാധിതരായി പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം. 13-നാണ് ജനശബ്ദത്തിന്റെ കളക്ടറേറ്റ് ഉപരോധം. 24 വയനാട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തുകയാണ്. കൊച്ചിയിലാണ് പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ തത്സമയമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നൈറ്റ് മാർച്ചാണിത്. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, വിശദാംശങ്ങൾ എന്താണ്? കേരളത്തിലെ ലഹരി വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കൊച്ചി നഗരത്തിൽ നടക്കുന്നത്. നഗരത്തിൻ്റെ ഭാഗത്തുകൂടിയാണ് ഈ യാത്രയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമൽ സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. അമൽ, യഥാർത്ഥത്തിൽ നല്ല ആളുകളുണ്ടോ ജാഥയ്ക്ക്? മാഫിയയ്ക്കെതിരെ, ലഹരി മാഫിയയുടെ സംഭവവികാസങ്ങൾക്കെതിരെയെല്ലാം, ലഹരിയെ തുടർന്ന് കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെയെല്ലാം വലിയ തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കൊച്ചി നഗരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പന്തംകൊളുത്തി പ്രകടനമാണ്. ഈ ഒരു പ്രതിഷേധ മാർച്ച്, രാത്രിയിലെ ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ അബിൻ വർക്കി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മാർച്ചിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെയും ലഹരി മാഫിയയുടെ ഈ ഒരു വഴിവിട്ട രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തിന് എതിരെയായിട്ട് സംസ്ഥാന സർക്കാരിനെ പഴിചാരും വിധത്തിലാണ് ഈ മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് തുടരുന്നത്. ഏതായാലും നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാം കേരളത്തിലെമ്പാടുമുണ്ടായത് അങ്ങേയറ്റം ആശാസ്യമല്ലാത്ത കാര്യങ്ങളായിരുന്നു. ലഹരിയുടെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ വേണം ഈ ഒരു പ്രതിഷേധം കാണാൻ. CPM സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ചില നേതാക്കൾ രംഗത്ത് വന്നു. 52 കൊല്ലത്തെ തൻ്റെ പ്രവർത്തന പരിചയത്തേക്കാൾ വലുതാണോ വീണ ജോർജിൻ്റെ 9 വർഷമെന്ന ചോദ്യവുമായി പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A. പത്മകുമാർ രംഗത്ത് വന്നു. P. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ മകൻ ജെയിൻ രാജിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഇന്ന് ചർച്ചയായി. EP ജയരാജനും TP രാമകൃഷ്ണനും ഇളവ് നൽകിയ തീരുമാനത്തെ G. സുധാകരനും വിമർശിച്ചതോടെ ആർക്കും അത്ര തൃപ്തിയില്ല എന്ന കാര്യം പുറത്തു വന്നു. മറന്നേക്ക് പുറത്തു വന്ന അതൃപ്തികളും പുറത്തു വരാനിരിക്കുന്ന അടക്കം പറച്ചിലുകളും എല്ലാം ചേർത്ത് M. അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. വർത്തമാനകാല ചായയിൽ ഇതിൽ കൂടുതൽ മധുരം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നാട്ടാരെ? അതെന്താടോ, ഇതിൻ്റെ ചായനെ കളിയാക്കുകയാണോ അതോ ഇവരെ പാർട്ടിനെ കളിയാക്ക്? പാർട്ടിനെപ്പോൾ ഞങ്ങൾ കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെ നേതാക്കളെ മക്കൾ തന്നെ കളിയാക്കുന്നുണ്ടല്ലോ. പറഞ്ഞ പോലെ ഇന്നലെ എന്ത് ചെയ്യുന്നടോ, പാർട്ടി ഓഫീസ് അടച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടിന്നേ. അത് പുറത്തിറങ്ങി പറയാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ലല്ലോ. വാതിലടച്ചിരുന്ന് പാർട്ടിനെ കുറ്റം പറയാക്കരം. നിങ്ങളാരും ഞങ്ങളുടെ പാർട്ടിയുടെ കുറ്റം നോക്കണ്ട. ആദ്യം ഇതേപോലെ ഒരു സമ്മേളനം നടത്തി കാണിക്കും. നിങ്ങളൊക്കെ നടത്തിയാലേ അവിടെ അടിയോട് അടിയാക്കരം. ആര് പറഞ്ഞു അടിയില്ലാന്ന്? പത്തനംതിട്ടേന്ന് ആദ്യത്തെ കരച്ചിൽ. ഞങ്ങളെപ്പോലൊക്കെയുള്ള ഈ പാർട്ടി പ്രവർത്തിച്ച് പാർട്ടി ബ്രാഞ്ച് കൂടി ലോക്കൽ കമ്മിറ്റി കൂടി പത്രവും ചേർത്തൊക്കെ നടക്കുന്ന പാവങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉപരി കമ്മിറ്റിക്ക് ഉണ്ടാവണം എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. 75 വയസ്സിലാണ് റിട്ടയർമെൻറ്റ്. ഞാൻ 66-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. നമ്പർ 1. രണ്ടാമത്തത് ജയരാജൻ സഖാവിൻ്റെ മകൻ്റെ കരച്ചിൽ. ഇങ്ങനെ പാട്ട് പാടി നടക്കാൻ ഇവർക്ക്. അല്ലാതെ നിങ്ങളെ നേതാവ് സെക്രട്ടേറിയറ്റിൽ എത്തുന്ന നിങ്ങൾ വിചാരിക്കണ്ട. പാർട്ടിക്ക് ഇതിനൊക്കെ ചില രീതികളുണ്ട്. ജയരാജൻ സഖാവ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് രീതി? 2 മാസം കഴിഞ്ഞാൽ 75 വയസ്സ് തികയണേ ചില ആൾക്കാരൊന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് രീതിയൊക്കെ മാറ്റിമറിക്കാം.
പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും, എല്ലാവർക്കും അറിയാമല്ലോ. 1-2 മാസം കഴിഞ്ഞ് 75 വയസ്സാവുന്നവരുണ്ടല്ലോ കണ്ടു. അപ്പോൾ അവർക്ക് അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ 3 വർഷം കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്ത് പറയുന്നു? കേട്ടില്ലേ? ഇത് കെ സുധാകരൻ പറഞ്ഞതല്ല, ജി സുധാകരനാണ് ആ പറയണത്. അല്ലെങ്കിലും മാനദണ്ഡങ്ങളൊക്കെ ഇഷ്ടക്കാരെ അല്ലാത്തവരെ ഒഴിവാക്കാനുള്ള ഒരു ഐഡിയ അല്ലേ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പത്തനംതിട്ടയെന്നും ആലപ്പുഴെന്നും കണ്ണൂരിന്നും 3 സ്ഥലത്തുനിന്ന് 1.5 ദിവസം കൊണ്ട് പരാതികൾ വന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവരൊന്നും ഒരു അക്ഷരം മിണ്ടൂല. പിന്നെ പുറത്ത് വന്ന് പാർട്ടിക്കെതിരെ പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ലല്ലോ. പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. പാർട്ടിക്ക് അകത്ത് പറഞ്ഞാലും പുറത്ത് നിന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ലാന്ന് ഇവർക്കറിയാം. അതാണ് മിണ്ടാത്തത്. ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സമില്ലല്ലോ. മൂപ്പർക്ക് പേടി ഉണ്ടാവില്ല, കാരണം 75 കഴിഞ്ഞല്ലോ. 75 കഴിയാത്തവര് ആരൊക്കെ പുറത്ത് വന്ന് മിണ്ടുന്ന് കാത്തിരുന്ന് കാണാം. പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.